ഇന്ന് നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് മുട്ടയും ബട്ടറും ഒക്കെ ചേർത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്ത് മുട്ടയും ആൽക്കഹോളും ഒന്നുമില്ലാതെ ഓവനും ബീറ്ററും ഉപയോഗിക്കാതെ ഏത് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ആദ്യം നമുക്ക് വേണ്ടത് 3/4 കപ്പ് ശർക്കരയാണ്. ഞാൻ ഇതുപോലെയുള്ള 2 അച്ച് ശർക്കരയിൽ നിന്ന് ഒരു ശർക്കര മുഴുവനായും ചീകിയെടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഈ ഒരു ചെറിയൊരു കാൽഭാഗം കൂടിയാണ് ഞാനിവിടെ ചീകിയെടുത്തിട്ടുള്ളത്. അതായത് 3/4 കപ്പ് ശർക്കര. ഇത് നമുക്കൊന്ന് അലിയിക്കാൻ വേണ്ടി വെക്കണം. ഒറ്റനൂൽ പരുവം ഒന്നും ആവണ്ട. ഇതിലേക്ക് ശർക്കര എടുത്ത് അതേ അളവിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് തിളക്കാനായി വെക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ തിളക്കാനായി വെക്കുന്നുണ്ട്. തിളച്ച ഉടനെ നമുക്ക് ഫ്ലെയിം ഒന്ന് ചുരുക്കി കൊടുക്കാം. ഇത് ഒറ്റനൂൽ പരുവമൊന്നും ആവണ്ട കേട്ടോ. നന്നായി ഇതുപോലെ തിളച്ച് ബബിൾസ് വരണം. അപ്പോഴാണ് ഈ ശർക്കര പാനിക്ക് നല്ലൊരു കളർ ഉണ്ടാവുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിന് ആ ഒരു കളർ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് സാധാരണ ശർക്കരയാണ്, അതിന് കല്ലൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറുത്ത റേസിൻസും വെളുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല, ഉള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് നട്ട്സ്, ഇതൊക്കെ ചെറുതായി നുറുക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാൾനട്ട്സും ഒരു ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ചെറുതായി നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു പീസ് പട്ടയും 3-4 ഗ്രാമ്പും ചേർത്ത് പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ചിൻ്റെ തൊലിയും ഈ മസാലപ്പൊടിയും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇത് നന്നായി തന്നെ സോഫ്റ്റായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് പുരട്ടി കൊടുക്കുന്നുള്ളത്. ചുറ്റും തന്നെ നെയ്യും പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ മുറിച്ച് അടിയിലും വെച്ച് കൊടുക്കണം. പിന്നെ ചുറ്റും അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൈദയോ ഗോതമ്പ് പൊടിയോ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നമ്മൾ ഈ കേക്ക് ഗോതമ്പ് പൊടി വെച്ചാണ് തയ്യാറാക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല കൂട്ടാനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായി ചേർത്തിരുന്നില്ലേ, അതേ മസാലക്കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. നന്നായി തന്നെ അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈര് ഞാനൊരു മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒന്ന് റിവേഴ്സ് ബട്ടണിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. ഞാൻ സൺഫ്ലവർ ഓയിൽ അതേ അളവിൽ, തൈരെടുത്ത് അതേ അളവിൽ 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കണം. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് വലിയ ബൗൾ വേണം നമുക്കിത് എടുക്കാനായിട്ട്, കാരണം നമുക്ക് ഇതിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ടല്ലോ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സൊക്കെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി 2-3 പ്രാവശ്യം ഒന്ന് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ മെല്ലെ വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. ഒരിക്കലും ഈ ബാറ്റർ നമ്മൾ ശക്തിയായി മിക്സ് ചെയ്യരുത്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഫാസ്റ്റാക്കി നിങ്ങളെ കാണിക്കാത്തത്. കാരണം അത് സ്പീഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നണ്ട, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അതുപോലെ തന്നെ കാണിക്കുന്നുള്ളത്. ഇതേപോലെ തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യണം എന്ന് പറയുന്നത്. ഒരേ സൈഡിലേക്ക് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ നട്ട്സോ ഫ്രൂട്ട്സോ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ ഇട്ടത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഈ പ്ലം കേക്ക് അധികം ലൂസായി ഉണ്ടാവരുത്. ബാറ്റർ ഇത്രയും കട്ടിയിലാണ് കേട്ടോ വേണ്ടത്.
ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഒരു പഴയ കുക്കർ ചൂടാവാനായി വെച്ചിരുന്നു. അത് നന്നായി തന്നെ ചൂടായിട്ടുണ്ട്. ഈ ബാറ്റർ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. കാരണം ഇതിലെ എയർ ബബിൾസൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ ഈ കുക്കറിലേക്ക് ഒരു തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഡയറക്റ്റായി ഒരിക്കലും നമ്മുടെ കേക്ക് ടിന്ന് വെക്കരുത്. പിന്നെ പഴയ കുക്കറോ അല്ലെങ്കിൽ പഴയ അലുമിനിയം പാത്രമോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റി വെച്ചിരുന്നു, കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് താണു പോകുമെന്ന് അറിയില്ല കേട്ടോ, കാരണം ഞാൻ പൗഡറിലൊന്നും ഡസ്റ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിതൊരു പ്ലേറ്റ് വെച്ചാണ് ഇതിൻ്റെ മേലെ മൂടി കൊടുക്കുന്നുള്ളത്. നമ്മൾ കുക്കറിൻ്റെ മൂടിയൊന്നും ഇടുന്നില്ല, നമ്മൾ പഴയ കുക്കറിൻ്റെ അടിവശം മാത്രം ഉണ്ടായാൽ മതി നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം സൈഡിൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റും ഞാനിത് കുക്ക് ചെയ്തെടുത്തതാണ്. തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് പുറത്തെടുക്കുന്നത്. തണുക്കാതെ ഒരിക്കലും നമ്മൾ എടുക്കരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലും 10 മിനിറ്റ് നേരത്തെ കുക്കായി കിട്ടുന്നുണ്ട്. ഗോതമ്പ് കേക്ക് കുക്കാവാൻ കുറച്ചൊരു താമസം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. നല്ല സോഫ്റ്റും പെർഫെക്റ്റുമായി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത ഒരു ഇൻഗ്രീഡിയൻസും അധികം ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ചേർത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ. ഇത് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മുട്ട ചേർക്കാത്ത കേക്ക് എന്ന് ആരും പറയില്ല, അത്രയും സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എവിടെയും താണു പോയിട്ടോ ഒന്നുമില്ല, നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റോട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം സോക്ക് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.